കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയായിരുന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു. നമുക്ക് എന്തായാലും ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുള വാരിസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്ക് അങ്ങനെ ഒന്ന് പ്രദക്ഷിണമായിട്ട് വരാം. പിന്നീട് നമ്മൾ നേരെ അത്തിമര ഗണപതിയെ കണ്ട് തൊഴാനായിട്ട് പോവാം. അങ്ങനെ അത്തിമര ഗണപതിയെ കണ്ട് തൊഴാനായിട്ട് വരുമ്പോൾ വളരെ സുഖമായിട്ടുള്ള ദർശനമാണ്. 4 ഭാഗത്തു നിന്നും നോക്കി തൊഴാം. അങ്ങനെ നമ്മൾ വന്ന് അവിടെ നിന്ന് തൊഴുത് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ കൊടിമരം കാണാം, അതേപോലെ ആ വലിയ ബലിക്കല്ല് കാണാം. പിന്നെ അങ്ങനെ നോക്കിയാൽ ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം, അതിങ്ങനെ സ്വർണം കെട്ടിച്ചത്. അതിന് നടുക്കായിട്ട് ലക്ഷ്മി ദേവീനെയും കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കണ്ട് നേരെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാൻ പീഠം കാണും. അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരമൂർത്തിയെ ഒന്ന് സ്മരിക്കുക. എന്നിട്ട് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കാം. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയോ, നല്ല രസമാണ്. സ്വർണത്തിൻ്റെ വിളക്കും ആ വെള്ളി വിളക്കിൻ്റെയൊക്കെ വെളിച്ചങ്ങനെ ദീപം ഇങ്ങനെ കത്തുന്ന ആ ഒരു എന്താ പറയുക, ഭയങ്കരமான നല്ല ഒരു സുഖമുള്ള ആ ഒരു കാഴ്ചയാണ്. അതിൻ്റെ ഇടയിൽ നോക്കിയാലോ നമ്മുടെ പൊന്നുണ്ണി ഇങ്ങനെ ഒരു ഇടത്തെ കാലിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കാൽത്തടകൾ കാണാണ്ട്, പൊന്നിൻ്റെ കാൽത്തടകൾ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ വലത്തെ കാല് നോക്കിയാലോ അവിടെയും 2 ആ കാൽത്തടകൾ കാണാനുണ്ട്. കസവിൻ്റെ അത് പട്ടിങ്ങനെ ഒട്ടിച്ച് കാൽത്തടകളായിട്ട് പൊന്നിൻ്റെ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ പെരുവിരലിങ്ങനെ വായിലേക്ക് 2 കൈ കൊണ്ടും ഇങ്ങനെ ആ വായിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ആ ഉണ്ണാണ്, പെരുവിരൽ ഉണ്ണ്. ഇന്നിപ്പോൾ എന്താണെന്നറിയോ, ഇന്നിപ്പോൾ യശോദാമ്മ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. കുട്ടിക്ക് വിശന്നിട്ട് വയ്യ, അതാണ് ഇന്നിപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ ആ കാലിൻ്റെ പെരുവിരലിൽ ഉണ്ണുന്ന പൊന്നുണ്ണിക്കണ്ണനാട്ടോ ഇന്നത്തെ ശ്രീലകത്തെ കളഭാലങ്കാരം. അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂ. നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കാണുന്ന ആ ഒരു കാഴ്ച കാണുക. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്ന അതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു മാങ്ങാമാല കാണാണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്. പിന്നെ അതേപോലെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ഒരു കസവിൻ്റെ ഒരു അരപ്പട്ടയിലിങ്ങനെ, അതായത് അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ പീലി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. ഒരു 3 പീലി ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ കാണാനുള്ളത് തിരുമുടി മാലകൾ കെട്ടിയിട്ടുണ്ട്. 2 മാലകളുണ്ട്, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും തെച്ചിയും തുളസിയായിട്ടുള്ളതും. അതേപോലെ ഉണ്ടമാലകളും 2 എണ്ണം ഉണ്ട്. അതും എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പൂവ് തുളസി തെച്ചിയായിട്ട് തന്നെ സമമായിട്ട് ഇങ്ങനെ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ആ ഒരു കാഴ്ച. അങ്ങനെ അത് കണ്ട് ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് ഇങ്ങനെ വിചാരിക്കുക മനസ്സുകൊണ്ട്. എന്നിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. പൊന്നുണ്ണിയെ, വിശന്നിരിക്കുന്ന പൊന്നുണ്ണിയെ ഒന്ന് കണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. പെരുവിരലിങ്ങനെ ഉണ്ണുകയാണേ, അപ്പോൾ അതിങ്ങനെ കണ്ടോളൂ. ആ മനസ്സുകൊണ്ട് ഇങ്ങനെ കാണുക. അപ്പോൾ എന്താ നമ്മുടെ മനസ്സിലിങ്ങനെ തെളിയുന്നുണ്ടല്ലോ, എന്തൊരു രസമാണ്. അങ്ങനെ കണ്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴുത്, അതേപോലെ ആലിലക്കണ്ണനെ കണ്ട് തൊഴുത്, സപ്തമാതാക്കളെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പീലിയല്ല, നന്നായിട്ടുള്ള കിരീടം വെച്ചിട്ടുണ്ട്. 2 കിരീടം വെച്ച മാതിരിയുണ്ട്, നല്ല അലുക്കും തൂങ്ങലൊക്കെ ഉള്ള കിരീടമാണ്. പിന്നെ അങ്ങനെ മുഖത്തൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഗോപീതിലകം വെച്ചിട്ടുണ്ട്. വലിയൊരു സ്വർണത്തിൻ്റെ കാശുമാല പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് ഗണേശന്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, വെളുത്ത പാവ് കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ പൂക്കളാണ് ധാരാളം, അർച്ചനപ്പൂക്കൾ. അപ്പോൾ അതിങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കാണുക, പ്രാർത്ഥിക്കുക.
സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വന്ന് ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി ആ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരിക. അവിടെ വരുമ്പോൾ എന്താ വെച്ചാൽ നിറയെ പൂക്കളാണ്, ഒരുപാട് പൂക്കളുണ്ട്, നല്ല മാലകൾ, ഇങ്ങനെ വെളുത്ത പൂവും താമരയും ചെണ്ടുമല്ലി ജമന്തി ഒക്കെ ഉണ്ട്, ഇന്നെല്ലാം കൂടി ഉള്ള മാലകളാണ്. അപ്പോൾ നമുക്ക് ആ കാൽക്കൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ആ നരസിംഹാവതാരത്തെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ദശാവതാരങ്ങൾ ബാക്കിയുള്ളതൊക്കെ കണ്ട് അങ്ങനെ കൃഷ്ണനെയൊക്കെ കാണാം, മുരുകനെയും കണ്ട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് 2 വെറ്റിലമാല ഉണ്ട്, നല്ല തിക്കിൽ 2 വെറ്റിലമാല, കുറച്ച് കുങ്കുമമുണ്ട്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ കാണുന്നത് ആ രാധാകൃഷ്ണ രൂപവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് പിന്നെ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ നൃത്താറയും കിണറൊക്കെ കണ്ട് തൊഴുത് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പോരാം. അങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിന് ശേഷം അവിടുന്ന് നമ്മളിങ്ങനെ വന്ന് ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ എത്തുമ്പോഴും തിരക്കാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ ധാരാളം പൂക്കൾ കാണാണ്ട് അങ്ങനെ മുകളിലിങ്ങനെ ഗോളകയാണ്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ അവിടെ വെച്ച മാതിരത്തെ 2 ആലവട്ടങ്ങൾ വെച്ചിട്ടുണ്ട്, അതിങ്ങനെ കാണാണ്ട് നല്ല രസമായിട്ടാണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പട്ടൊക്കെ ഉടുപ്പിച്ച് നന്നായിട്ടുണ്ട്. അപ്പം അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് അവിടുത്തെ ദർശനം കിട്ടും. അത് കഴിഞ്ഞാൽ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക, അവിടെയും വന്ന് നമസ്കരിച്ച് വരിക. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇന്ന് അധികം കളപ്പം കൊണ്ടൊന്നും ചാർത്തിയിട്ടില്ല, കിരീടം വെച്ചിട്ടുണ്ട്, സ്വർണത്തിൻ്റെ മാല, വലിയ മാലകൾ ചാർത്തിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു പട്ട് അങ്ങനെ ചുറ്റിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പം ഇന്നത്തെ അലങ്കാരം. അപ്പം എല്ലാവരും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടുന്ന് അങ്ങനെ പോന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടിട്ട് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കാണാം. അത് കണ്ട് തൊഴുത് നമ്മുടെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വന്നിട്ട് അവിടെയും വന്ന് തൊഴുക. പിന്നീട് നമ്മൾ ഭഗവതിയുടെ അവിടേക്ക് വന്ന് അവിടെ ഒന്നും കൂടി നടയിൽ തൊഴുത് വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വരിക. അവിടെ ഒന്ന് നിന്ന് തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ ആ വിരലുണ്ണുന്ന പൊന്നുണ്ണിയെ കാണാം. അത് കണ്ട് തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് ഇങ്ങനെ വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഭഗവാനെ ഇങ്ങനെ വിചാരിക്കുക, മഹാദേവനെയും പാർവതീ ദേവീനെയും. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. പിന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.